ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 34 അധ്യായം 12 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. കണി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കെണി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. കെണി എങ്ങനെയെല്ലാമാണ് പിശാച് മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന്, മനുഷ്യനെ കുരുക്കുന്നതെന്ന് നാം തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യനെ കുരുക്കിലാക്കുന്ന തന്ത്രശാലിയാണ് പിശാച്. മനുഷ്യനെ അപകടത്തിലാക്കുന്ന വലിയൊരു ഉപായിയാണ് പിശാച്. തന്ത്രപൂർവം പിശാച് നമ്മെ സമീപിക്കും. 3 വിധത്തിലാണ് പിശാച് നമ്മെ കെണിയിലാക്കുന്നത്. ഒന്ന്, ഉപായത്താൽ നമ്മെ കെണിയിലാക്കും. 2, അലറുന്ന സിംഹം പോലെ വന്നുകൊണ്ട് നമ്മെ ആക്രമിക്കും. 3, വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ നമ്മെ വശീകരിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ കാണാം, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഉപായം, തന്ത്രശാലിയാണ് പിശാച്. തന്ത്രശാലിയാണ്, ഉപായിയാണ്. വളരെ സൂക്ഷ്മതയോടെ കരുനീക്കങ്ങൾ നടത്തി നമ്മെ വീഴിക്കും. നാം അറിയുകയില്ല കെണി വരാൻ പോകുന്നുവെന്ന്, നാം അറിയുകയില്ല കുടുക്കിൽപ്പെടാൻ പോകുന്നുവെന്ന്. പക്ഷേ വളരെ തന്ത്രപൂർവം പിശാച് നമ്മെ സമീപിക്കുകയും നമ്മെ കുരുക്കിലാക്കുകയും ചെയ്യും. ഉപായത്താൽ പിശാച് നമ്മെ വഞ്ചിക്കും. രണ്ടാമത്തേത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 ലേഖനം 5 അധ്യായത്തിലാണ്. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഉണർന്നിരിപ്പീൻ. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങാൻ കിട്ടുക? അലറുന്ന സിംഹം പോലെ പിശാച് വരും. അതും പിശാചിൻ്റെ വേറൊരു കെണിയാണ്. അലർച്ച കേൾക്കുമ്പോൾ പാവം മനുഷ്യൻ ഞെട്ടിപ്പോകും, പേടിച്ചു പോകും. ഭീരുവായ മനുഷ്യൻ അമ്പരപ്പിലാകും. അലറുന്നു ഗർജിക്കുന്ന പിശാച്. അലറുന്ന അവൻ്റെ ഭീകരമായ ഗർജനത്തിൽ മനുഷ്യൻ അമ്പരപ്പിലാകും, അവൻ ഭയാക്രാന്തനാകും. ആ ഭയം മുതലെടുത്തുകൊണ്ട് പിശാച് മനുഷ്യനെ വഞ്ചിക്കുകയും ചതിക്കുകയും അവൻ കുരുക്കലാക്കുകയും ചെയ്യും. മൂന്നാമത്തേത്, പിശാച് മനുഷ്യനെ കുരുക്കിലാക്കുന്നത് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുമെന്ന്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന്. മാലാഖയുടെ വേഷത്തിൽ വരും. മാലാഖയാണ് തോന്നും. വെളിച്ചദൂതൻ്റെ വേഷത്തിൽ ആട്ടിൻ തുകലണിഞ്ഞു വരുന്ന ചെന്നായെപ്പോലെ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ നല്ല മധുരമായ വാക്കുകൾ, നല്ല ഇമ്പമായ ശബ്ദം, നല്ല നല്ല ഹൃദ്യമായ ആലോചനകൾ, ഹൃദയ സ്പർശിയായ നല്ല ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ അവൻ കൊണ്ടുവന്ന് വയ്ക്കും. തീർച്ചയായും ഒരു മാലാഖ പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവൻ വയ്ക്കുന്ന കെണികളിൽ ചിലതിനെക്കുറിച്ചെല്ലാം നാം മുമ്പ് ചിന്തിച്ചുവല്ലോ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വേറൊരു തരം കെണിയെക്കുറിച്ചാണ്. അതാണ് പുറപ്പാട് പുസ്തകം 34 അധ്യായം 12 വാക്യത്തിൽ നാം വായിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. ആ ഇസ്രായേൽ ജനം, ദൈവജനം, ഈജിപ്തിലെ ആ മനോഹരമായ ദേശത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞിരുന്ന ജനം കുറേ വർഷങ്ങളായി യാതനയായി പോയിരുന്നു, അടിമത്തത്തിലായി പോയിരുന്നു. അന്നത്തെ ഈജിപ്തിലെ രാജാവ് അവരെ ഞെരുക്കുകയും
അധിപതികൾ അവരെ പീഡിപ്പിക്കുകയും ചെയ്തു. അവർ അതിവേദനയോടെ നൊന്ന് ഞരങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഈജിപ്തിൽ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചു. അവരെ മരുഭൂമിയിൽ കൂടി നടത്തി ചെങ്കടൽ 2 ഭാഗത്തേക്കുമായി പിരിഞ്ഞു. ചെങ്കടൽ നടുവിൽ കൂടി മനോഹരമായൊരു വഴിയൊരുക്കി. ജനം മരുഭൂമിയിൽ കടന്നു. മരുഭൂമിയിൽ കൂടി അവരെ കനാനെ ലക്ഷ്യമാക്കി, പലസ്തീനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. വലിയൊരു മുന്നേറ്റമായിരുന്നത്. ഇസ്രായേൽ ജാതിയുടെ വലിയൊരു മുന്നേറ്റം, വലിയൊരു യാത്രയായിരുന്നു. വലിയൊരു കൂട്ടം ജനം, 600,000 പേരാണ്, 6 ലക്ഷം പേരാണ് പുറപ്പെട്ടത്. പുരുഷന്മാർ തന്നെ, പ്രായപൂർത്തിയായ പുരുഷന്മാർ തന്നെ 6 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് സ്വാഭാവികമായും 20 ലക്ഷത്തിലേറെ ആളുകളുണ്ടെന്ന് ഒരു വിധത്തിൽ ഊഹിക്കാം നമുക്ക്. പ്രായപൂർത്തിയായ പുരുഷന്മാർ തന്നെ 6 ലക്ഷം പേരുണ്ടായിരുന്നു. ഈ 20 ലക്ഷം പേരിങ്ങനെ പോവുക എന്ന് പറയുന്നത്, വിശാലമായ മരുപ്പറമ്പിൽ കൂടി ജനം പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ജനം പോകുന്നത് ഒരു നല്ല സ്വപ്നം മനസ്സിൽ പേറിക്കൊണ്ടാണ്. അവരെ നയിക്കുന്ന മോശെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വളരെ ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങൾ തരാൻ പോവുകയാണ്. ഈ മരുഭൂമി താൽക്കാലികമാണ്, ഇതെല്ലാം കഴിയും. നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നിങ്ങൾക്ക് ലഭിക്കും. ഈജിപ്തിലെ യാതന വേണ്ട, അടിമത്തം വേണ്ട. മരുഭൂമിയിലെ ഊഷരമായ ആ ചൂടിൻ്റെ യാതന വേണ്ട, ദുരിതം വേണ്ട. നിങ്ങൾക്ക് വളരെ സന്തോഷമായും സൗഭാഗ്യമായും നല്ല ഊർജ്ജസ്വലതയോടെ ജീവിക്കാൻ പറ്റിയ കനാൻ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നു. അങ്ങോട്ടാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴത്തെ പ്രയാസം കണക്കാക്കേണ്ട ഒരു കനാൻ നിങ്ങളുടെ മുന്നിലുണ്ട്. പലസ്തീനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മോശയ്ക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. ഈ ജനത്തിന് സംഭവിക്കാനിടയുള്ള ഒരു വലിയ അനർത്ഥം ഞാൻ മുൻകാണുന്നു. ദൈവം പറയുകയാണ്, ജനത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തം ഞാൻ കാണുന്നു. ഈ ജനം മരുഭൂമിയിൽ പട്ടുപോകാൻ സാധ്യത കാണുന്നു. മരുഭൂമിയിൽ തീർന്നു പോകാൻ സാധ്യത കാണുന്നു. കാരണം ഈ ജനം പൈശാചികൻ്റെ കെണിയിൽ പെട്ടുപോകാൻ സാധ്യത കാണുന്നു. ഏതാണ് കെണി? ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് അവരാരാധിക്കുന്ന സത്യദൈവത്തെ അല്ലാതെ മറ്റു ചില ആരാധനാ സമ്പ്രദായങ്ങൾ കടന്നുകൂടാൻ സാധ്യത കാണുന്നു. അവിടെ അവർ ചെല്ലുന്ന ദേശത്ത്, പലസ്തീനിലെത്തിയതിന് ശേഷവും അവിടെ ഹിവ്യരുണ്ട്, യബൂസ്യരുണ്ട്, കനാന്യരുണ്ട്, പെരിസ്യരുണ്ട്, ഹിത്യരുണ്ട്, അമോര്യരുണ്ട്, മോവാബ്യരുണ്ട്. ഇങ്ങനെ അനേകം ജാതികൾ അവിടെയുണ്ട്. അവരുടെ കൂടെ ഇവർ അധിവസിക്കുകയും അവരുടെ പുത്രീപുത്രന്മാരെ വിവാഹം കഴിക്കുകയും അങ്ങനെ ജാതികളോട് ഇടകലരുകയും ചെയ്യാനൊരു സാധ്യത കാണുന്നു. തന്മൂലം ആ ഹിവ്യരുടെയും യബൂസ്യരുടെയും കനാന്യരുടെയും അമ്മോന്യരുടെയും മറ്റും സംസ്കാരം ഇവരിലേക്ക് പകരാനും ഇവർ അവരുടെ ആത്മീക സംസ്കാരത്തിന് ക്ഷതം പറ്റാനും ഞാൻ കാരണം കാണുന്നു, സാധ്യത കാണുന്നു. ദൈവം പറഞ്ഞു, അതാണ് പറഞ്ഞത്, നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിൻ്റെ മധ്യേ ഒരു കെണിയായിരിക്കും. ഒരു കാരണവശാലും നീ അവിടെയുള്ള ആ ദേശവാസികളുമായി ഇടകലരാതെ, അവരുമായി ഒത്തുതീർപ്പിൽ വരാതെ, അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ സ്വീകരിക്കാതെ, അവരുടെ ജീവിത സമ്പ്രദായങ്ങളിൽ മുഴുകാതെ ഒറ്റപ്പെട്ടവരായി തന്നെ നിങ്ങൾ നിൽക്കണം. ദൈവജനം ദൈവജനമായി തന്നെ നിൽക്കണം. ദൈവജനം ദൈവത്തിൻ്റെ പ്രിയമക്കളായി നിൽക്കണം. ദൈവജനം വിശുദ്ധജനമായി നിൽക്കണം. അശുദ്ധി അവരുടെ ജീവിതത്തിൽ കലരാൻ ഇടവരരുത്. അവരുടെ ജീവിതത്തിൽ അവരിടപഴകുന്ന ജാതികളിൽ നിന്ന് അശുദ്ധി പകരാൻ ഇടവരാതെ അവർ സൂക്ഷിച്ചു കൊള്ളണം. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള ജനത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ വിവിധ രീതികൾ ഒന്നും അവരുടെ ജീവിതത്തിൽ കടന്നു വരാതെ അവർ സൂക്ഷിച്ചു കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് അവരെപ്പോഴും ഒരു വ്യതിരിക്ത ജനമായി നിൽക്കണം. ഡിഫറൻഷ്യേറ്റഡ് പീപ്പിൾ, ഡിഫറൻഷ്യേറ്റഡ് എന്ന് വെച്ചാൽ വ്യതിരിക്ത ജനം, വ്യത്യസ്ത ജനമായി നിൽക്കണം. വ്യത്യസ്ത ജനമായി നിൽക്കണം. എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതകൾ പുലർത്തണം. മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പാടില്ല, മറ്റുള്ളവരെ പോലെ പെരുമാറാൻ പാടില്ല,
മറ്റുള്ളവരെ പോലെ വ്യാജം ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ പോലെ സൂത്രവും കൗശലവും പ്രയോഗിക്കാൻ പാടില്ല, മറ്റുള്ളവരെ പോലെ അശുദ്ധമായ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല, മറ്റ് ജാതികളുടെ സമ്പ്രദായങ്ങൾ, ആരാധനാ സമ്പ്രദായങ്ങളിൽ ഇടകലർന്നു പോകരുത്. അങ്ങനെ വന്നു പോയാൽ സംഭവിക്കാൻ പോകുന്നത് കടുത്ത നാശമാണ് അവർക്ക് വരാൻ പോകുന്നത്. സംഭവിക്കാൻ പോകുന്നതാണ്, കടുത്ത നാശം വരും. ഇത് ജനത്തിന് മോശ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? അവർ മറ്റുള്ളവരോടൊപ്പം നിന്ന് പോയാൽ, അവരോട് ഉടമ്പടി ചെയ്തു പോയാൽ അത് അവർക്കൊരു കെണിയായിരിക്കും. ഇതൊരു മുന്നറിയിപ്പായിരുന്നു, വ്യക്തമായൊരു വാണിംഗ് ആയിരുന്നു. പക്ഷേ ജനം മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവർ മോവാബ് സമഭൂമിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. മോവാബ് സമഭൂമിയിൽ അന്ന് വാഴുന്നത് ബാലാക്ക് എന്ന് പറയുന്ന രാജാവാണ്. ബാലാക്കിന് ഈ ജനം വന്ന നാട് മുഴുവൻ കൈവശമാക്കും എന്നുള്ള ധാരണ കടന്നുകൂടി. ജനം, ഇസ്രായേൽക്കാർ ഈ ദേശത്തെ വിഴുങ്ങിക്കളയുമെന്ന് അവർ ചിന്തിച്ചു. അതിലൂടെ കടന്നുപോയി എന്നേ ഉള്ളൂ. ആ ദേശത്തിലൊന്നും ഒരു നാശവും വരുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല, ചെയ്യുകയുമില്ല. പക്ഷേ മോവാബ് രാജാവായ ബാലാക്ക് വിചാരിച്ചു, ഈ ജനം നമ്മെ ദ്രോഹിക്കും, നമുക്ക് ദോഷം ചെയ്യും, നമ്മുടെ സമ്പത്തെല്ലാം കവർന്നു കളയും. ആ തെറ്റായ ധാരണയുണ്ട് ബാലാക്ക് ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ ആലോചിച്ചു. അതിന് ബാലാക്ക് നോക്കിയപ്പോൾ യുദ്ധം കൊണ്ട് അവരെ നശിപ്പിക്കാൻ സാധ്യമല്ല. ബാലാക്കിൻ്റെ സൈന്യം കൊണ്ടൊന്നും ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ സാധ്യമല്ല. 20 ലക്ഷത്തിലേറെ ആളുകൾ വരുന്നവരെ എങ്ങനെ നശിപ്പിക്കാനാണ്? ബാലാക്ക് അതുകൊണ്ടൊരു സൂത്രം ചെയ്തു. ഒരു കള്ളപ്രവാചകനെ വിളിച്ചു, ബിലയാം എന്ന് പറയുന്നൊരു കള്ളപ്രവാചകൻ. ഈ പ്രവാചകനോട് പറഞ്ഞു, ഈ ജനത്തെ അങ്ങ് ശപിക്ക്. ജനത്തെ ശപിച്ചാൽ ജനം മുടിഞ്ഞു പോയിക്കൊള്ളും, ജനം മുടിഞ്ഞു പോകും. അങ്ങനെ ഈ ജനത്തിൽ നിന്ന് നമുക്കൊരു ദോഷവും സംഭവിക്കാതെ നമുക്ക് രക്ഷപ്പെടാം. ഇതാണ് ബാലാക്കിൻ്റെ ഉപായം. പക്ഷേ ഈ ബിലയാം പറയാനായിട്ട്, ശപിക്കാനായിട്ട് വന്നതാണ്, പറയാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ബിലയാമിന് പറയാൻ സാധിച്ചില്ല. ബിലയാം ബാലാക്കിനോട് പറഞ്ഞു, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളോട് ഇടകലരാത്തവർ, അവർക്കൊരു ദോഷവും പറയാൻ പറ്റുകയില്ല, അവർക്കൊരു ദോഷവും ചെയ്യാൻ പറ്റുകയില്ല, അവർക്കൊരു കേടും തട്ടുകയില്ല. തനിച്ച് പാർക്കുന്ന ഒരു ജനം. സംഖ്യാപുസ്തകം എടുക്കൂ, 23 അധ്യായത്തിൻ്റെ 9 വാക്യമായി. ശിലാഗ്രാമങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവർ മറ്റുള്ളവരോട് ഇടകലരുന്നില്ല. മുൻപേ മോശയിൽ കൂടി കിട്ടിയ അരുളപ്പാട് അവർക്കുള്ളത് കൊണ്ട് ആ ജനം ജാതികളോട് ഇടകലരാതെ സൂക്ഷിച്ചു. ആ ദേശനിവാസികളുടെ മക്കളെ ഭാര്യമാരായിട്ട് എടുക്കുകയോ അവരുടെ മക്കൾക്ക് സ്വന്തം പുത്രിമാരെ കൊടുക്കുകയോ ചെയ്യാതെ, വിവാഹ സംബന്ധത്തിലേക്ക് പോകാതെ, അങ്ങനെ ഒരു മാലിന്യം സംഭവിക്കാതെ സൂക്ഷ്മതയോടെ നിന്നു. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളോട് ഇടകലരുന്നില്ല, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അതുകൊണ്ട് തുടർന്ന് ബിലയാം പറഞ്ഞു, ഇവരെ ശപിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, കാരണം അവരെ അനുഗ്രഹിക്കാനാണ് എനിക്ക് കൽപ്പന. അവരെ ശപിക്കാൻ സാധ്യമല്ല. അവരിൽ അശുദ്ധി കാണുന്നില്ല, അവരിൽ തിന്മ കാണുന്നില്ല, അവർ ജാതീയ ആരാധനാ സമ്പ്രദായങ്ങളിലേക്ക് പോകുന്നില്ല, അവർ ആ തദ്ദേശവാസികളുടെ അരുതാത്ത സമ്പ്രദായങ്ങൾ അവർ അവലംബിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർ ശപിക്കാൻ സാധിക്കില്ല, അനുഗ്രഹിക്കാനാണ് എനിക്ക് കൽപ്പന. 23 അധ്യായം 20 വാക്യം. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. 21 വാക്യം. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. യാക്കോബിൽ തിന്മ കാണുവാനില്ല, അവർ ജാതികളോട് ഇടകലരുന്നില്ല, അവർ കറതീർന്ന ജനമാണ്. അവർ ജാതികളോട് ഇടകലരുന്നില്ല. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. ശരിയായ ഇംഗ്ലീഷ് തർജ്ജമ വേദപുസ്തകത്തിൽ കാണുന്നത്, ഹി ഹസ് നോട്ട് സീൻ സിൻ ഇൻ ജേക്കബ്. യാക്കോബിൽ പാപം കാണുന്നില്ല. ഹി ഹസ് നോട്ട് സീൻ സിൻ ഇൻ ജേക്കബ്, നോ മിസ്ഫോർച്യൂൺ ഈസ് സീൻ ഇൻ ജേക്കബ്, നോ മിസറി ഒബ്സേർവ്ഡ് ഇൻ ഇസ്രായേൽ എന്ന് ന്യൂ ഇൻ്റർനാഷണൽ വെർഷനിൽ കാണാം. എന്ന് പറഞ്ഞാൽ അവരിൽ യാതൊരു ദോഷവും കാണാനില്ല, അവരിൽ തിന്മ കാണുന്നില്ല, അവർ ജാതികളോട് ഇടകലരാതെ നിൽക്കുന്നു.
ജാതീയ സംസ്കാരം അവരിലേക്ക് പകരാതെ അവർ സൂക്ഷ്മതയോടെ നിൽക്കുന്നു. അവിടെ ദേശത്ത് വസിക്കുന്നു, പക്ഷേ ജാതികളോട് അവർ സാംസ്കാരികമായി ഒത്തുപോകുന്നില്ല, അവർ ആത്മീയമായി ഒത്തുപോകുന്നില്ല, അവർ വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നില്ല. ഇവർ ജാതികളോട് ഇടകലരാതിരിക്കുന്നു. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കക്ഷ ദർശിപ്പാനുമില്ല. അതുകൊണ്ട് എന്താണ് 23-ാം വാക്യം? ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. മന്ത്രവിദ്യ കൊണ്ടോ മന്ത്രവാദം ചെയ്തുകൊണ്ടോ കൈവശം കൊടുത്തതുകൊണ്ടോ ഒന്നും ഈ കൂട്ടരെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഈ ദൈവജനത്തിന് മന്ത്രവാദം ചെയ്താലും, അവർക്കെതിരെ കൂടോത്രം ചെയ്താലും, അവർക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്താലും, അവർക്കെതിരെ ആഭിചാരം പ്രയോഗിച്ചാലും, എന്തെല്ലാം ചെയ്താലും ദൈവജനത്തിന് ഏശുകയില്ല. കാരണം അവരിൽ തിന്മയില്ല. അവരിൽ തിന്മയില്ലാത്തത് കൊണ്ട് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഈ ജനത്തിന് അനുഗ്രഹമാണ് പ്രവാചകൻ ദർശിച്ചത്, അനുഗ്രഹമാണ് കണ്ടത്. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം അനുഗ്രഹിക്കുന്നവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഇസ്രായേലിനെ. പക്ഷേ ഈ ബെലയാം ഒരു സൂത്രം ബാലാക്കിന് പറഞ്ഞു കൊടുത്തു. അതാണ് തന്ത്രം. ബെലയാമിന് കാര്യം മനസ്സിലായി. ഈ ജനത്തിന് നാശം വരണമെങ്കിൽ, ഇസ്രായേൽ ജനത്തിന് നാശം വരണമെങ്കിൽ അവരുടെ ഇടയിലേക്ക് ജാതീയമായ സമ്പ്രദായങ്ങൾ കടത്തിവിടണം. അവരെ ജാതികളോട് ഇടകലരണം. അവരുടെ പുത്രിമാരെ അവിടെയുള്ള മോവാബ്യരുടെ പുത്രന്മാർക്ക് കൊടുക്കണം. അവരുടെ പുത്രന്മാർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹ ബന്ധത്താൽ അവർ യോജിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവർ നശിച്ചുകൊള്ളും, അവരത് അപ്പാടെ തീർന്നുകൊള്ളും. ഇവരുടെ ഭാവി ഇരുളടയും, അവർ ഈ മരുഭൂമിയിൽ പട്ടുപോകും. വളരെ ഭയാനകമായ ഒരു ദുരുപദേശമാണ് ബെലയാം കൊടുത്തത്. അതാണ് 25-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. കണ്ടോ, മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽക്കാർ ബന്ധപ്പെടാൻ തുടങ്ങി. ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും, അവർ ഇസ്രായേൽ ജനത്തെ മോവാബ്യയിലുള്ള വിഗ്രഹാരാധികൾ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിച്ചു. ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽക്കാർ ഭക്ഷിച്ചു, അവർ കൊടുത്തതായ ഭക്ഷണം കഴിച്ചു, അവരുടെ ദേവന്മാരെ ആരാധിച്ചു. ഇസ്രായേൽ ബാൽപെയറിനോട് ചേർന്നു. തന്മൂലം ഇസ്രായേലിന് കളങ്കം പറ്റി. ഇസ്രായേൽ വിഗ്രഹാരാധികളോട് ചേർന്നു, ബാൽപെയോറിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഇസ്രായേൽക്കാർക്ക് നാശം വന്നു. ദൈവത്തിന് സ്തോത്രം. കെണി വന്ന് പിടഞ്ഞു. വളരെ ഗൗരവമേറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ പശ്ചാത്തലത്തിലുള്ള ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെപ്പോഴും അവിശ്വാസികളുമായി ആന്തരികമായി വേർപെട്ട് നിൽക്കണം. അവിശ്വാസികളുമായി ഒത്തൊരുമിച്ച് പോകാമെന്ന് കരുതരുത്. അവിശ്വാസികളുമായി ഒത്തൊരുമിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ കാര്യം നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കും. അവരെയും കൂടി രക്ഷിക്കാമല്ലോ, അവരെയും കൂടി കർത്താവിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരാമല്ലോ എന്നൊക്കെ ആയിരിക്കും, നല്ല സതുദ്ദേശമായിരിക്കാം. പക്ഷേ അപകടം പതിയിരിക്കുന്നു. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. വളരെ സൂക്ഷ്മതയോടെ. അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ ഇണയല്ല പിണ കൂടരുത്. അവിശ്വാസിയും വിശ്വാസിയുമായി ഒരു നുകത്തിന് കീഴിൽ വെച്ച് പൂട്ടരുത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. ഡോണ്ട് ബി യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസിയുമായി ഒരു നുകത്തിൽ വെച്ച് പൂട്ടരുത്. ഡോണ്ട് ബി യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസിയുമായി ഒരു നുകത്തിൽ വെച്ച് പൂട്ടരുത്. ഇല്ല, ഞാൻ മദ്യപാനം ചെയ്യില്ല, തീരുമാനിച്ചു, ശരി, തീരുമാനങ്ങളൊക്കെ എടുത്തു, ഇനി ഒരു കാരണവശാലും മദ്യം തൊടുകയില്ല തീരുമാനിച്ചു. കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി, അല്ല കുറേ മാസങ്ങൾ പോയി. അപ്പോഴാണ് ഒരു വിവാഹസ്ഥിതി വന്നത്. ഒരു വിരുന്ന് വന്നു. അവിടെ ചെന്നു. ഇല്ല, ഞാൻ കുടിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ പണ്ട് ഒരുമിച്ച് കുടിച്ചിരുന്നവർ, ബന്ധപ്പെട്ടവർ, സ്നേഹമുള്ളവരൊക്കെ വിളിച്ചു, ഇരിക്കേ, കുടിക്കണ്ട, കുടിക്കില്ലെങ്കിൽ വേണ്ട, ഇതിനെ കുടിക്കുന്നത്, കുടിക്കില്ല തീരുമാനിച്ചവർ കുടിക്കണമെന്ന് ആര് പറയും? ഇരിക്കേ, ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കാമല്ലോ, ജസ്റ്റ് ഫോർ കമ്പനി സേക്ക്, ഒന്നിരിക്കാമല്ലോ. കുഴപ്പമില്ലല്ലോ, അതൊന്നുമില്ല. പോയിരുന്നു. ഇത്തിരി കഴിഞ്ഞു, അറിയാതെ ഒരു ആകർഷണം വരുന്നു. അറിയാതൊരു ആകർഷണം. എന്തിന്? അധികം താമസിയാതെ അപകടത്തിൽപ്പെട്ടു. അതുപോലെ ഓരോ കാര്യങ്ങളും. ഈ ചീട്ടുകളി സംഘങ്ങൾ,
ഞാൻ ചീട്ട് കളിക്കുക, അതൊക്കെ പണ്ടായിരുന്നു, ഇനിയില്ല. തീരുമാനിച്ചു ഇനി അതില്ല. എൻ്റെ വേറെ പൈസയും കളഞ്ഞു, ചുമ്മാ വെറുതെ സമയം കളഞ്ഞു, വെറുതെ കുടുംബസമാധാനം കളഞ്ഞു. ഇല്ല, ഞാൻ ഇനിയില്ല തീരുമാനിച്ചു. പക്ഷേ ഒരവസരം വന്നു, കൂട്ടുകാർ നിർബന്ധിച്ചു, വേണ്ട നീ കളിക്കുന്നില്ലേ, വേണ്ട, അടുക്ക ഇരിക്കരുതോ, നീയൊക്കെ അടുക്ക ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രമോദമാണ്, അതുകൊണ്ടാണ് ഇവിടെ തൽക്കാലം നീ ഇരിക്കുക, അവിടെ ഇരിക്കുക, നമുക്കൊരുമിച്ച്, നീ കളിക്കണ്ട, ഞങ്ങൾ കളിക്കുന്നത് കാണരുതോ. കുറേ നേരം യേശുവേ സ്തുതി 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 പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ ഉള്ളത്തിൽ സ്തുതിച്ചുകൊണ്ടിരുന്നു. പിന്നെ കണ്ണടച്ചിരുന്നു, വലിയ വലിയ ജാഗ്രതയോടെയാണ്. ഇത്തിരി കഴിഞ്ഞു, പയ്യെ കണ്ണ് ചിമ്മി തുറന്നു. പിന്നെ അറിയാതെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാൻ കൂടി. ഹോസ്റ്റലിൽ വെച്ച് കൂട്ടുകാർ പറഞ്ഞു, നിനക്ക് എന്താ ഏതാണ്ട് മാറ്റം വന്നത്? ഞാൻ ജീവിതത്തിൽ ചില തീരുമാനങ്ങളെടുത്തു. എന്ത്? ഞാൻ ചില വ്യക്തമായ പ്രതിഷ്ഠ എടുത്തിരിക്കുക, ഞാൻ മാനസാന്തരപ്പെട്ടു. നിനക്ക് പറ്റിയോ അപകടം? മറ്റുള്ളവർ ചോദിച്ചു, നിനക്കും പറ്റിയോ അപകടം? 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നീ 19-ാം നൂറ്റാണ്ടുകാരനായി എങ്ങനെയാണ്? ഇതിൽ കുഴപ്പമൊന്നുമില്ല, ഇത് അവിടെ ഇരിക്കേ, ഒരു കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കരുതോ, വേറൊന്നും വേണ്ട അതൊന്നും പറയണ്ട, വേണ്ട. കുറേ നേരം ഇരുന്നു. അപ്പോഴൊരു TV ഓൺ ചെയ്തു. അത് ഓൺ ചെയ്ത് TV അപ്പോഴൊരു സീരിയൽ അല്ലെങ്കിൽ ഒരു സിനിമ വരുന്നു. ആദ്യം ഇല്ല, കണ്ണടച്ചിരിക്കുകയാണ്, ഞാൻ കാണില്ല. പിന്നെ പയ്യെ കണ്ണ് തുറന്നു. കാണാൻ ആഗ്രഹമായി. എന്തിന്? മ്ലേച്ഛ ചിത്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. വിലപ്പെട്ട സമയവും നമ്മുടെ അന്തസ്സുറ്റ ബുദ്ധിയും പിശാചിൻ്റെ കയ്യിലേക്കായി കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, അറിയാതെയാണ് പിശാച് കണി വയ്ക്കുന്നത്. ഒരിക്കലും നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെടാൻ സമ്മതിക്കരുത്. നമ്മുടെ ബുദ്ധി വികലമാകാൻ സമ്മതിക്കരുത്. നമ്മുടെ ബുദ്ധിയിൽ മാലിന്യം സംഭവിക്കാൻ സമ്മതിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കൂ, ചെറുപ്പക്കാർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവർ ഈ മ്ലേച്ഛ ചിത്രങ്ങൾ നിങ്ങളുടെ തലയിൽ വന്നാൽ, നിങ്ങളുടെ തലച്ചോറിൽ വന്നാൽ, അല്ല നിങ്ങളുടെ ബോധമനസ്സിൽ വന്നാൽ, അവിടെ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉപബോധമനസ്സിലേക്ക് ആ ചിത്രം കടക്കും. ബോധമനസ്സിലില്ല, അത് മറന്നു പോകും. പക്ഷേ ഉപബോധമനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകും. സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു നെഗറ്റീവായിട്ട് അവിടെ നിൽക്കും, ഫോട്ടോയിൽ നെഗറ്റീവ് പോലെ. ഒരു സമയം വരുമ്പോൾ ഈ നെഗറ്റീവ് അത് നല്ല ചിത്രമായി നിങ്ങളുടെ ബുദ്ധിയിൽ തെളിയും. പഠിക്കാൻ പറ്റില്ല. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു. പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ വരുന്നില്ല, ഏകാഗ്രത വരുന്നില്ല. ഇവിടെ ഈ വാക്കുകളെ കേൾക്കുന്ന എത്രയോ പേര് പഠിക്കാൻ സാധിക്കാതെ, ഹൃദയത്തിൽ ഒരു സമാധാനമില്ലാതെ, പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മയിൽ കിട്ടുന്നില്ല, വായിച്ചിട്ടും തലയിലിരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ട്. ഓരോ സമയങ്ങൾ വന്നുപോയ പാപത്തിൻ്റെ ചില അംശങ്ങളിൽ നിന്നും തലച്ചോറിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണത്. നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ ബോധമനസ്സിൽ, നിങ്ങളുടെ അബോധമനസ്സിൽ ഇതെല്ലാം തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റാതെ പോകുന്നത്, നിങ്ങളുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ആരും അറിയുന്നില്ല, കഴിവാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ കരുത്താണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ശക്തിയാണ് നഷ്ടപ്പെടുന്നത്. എപ്പോഴും സൂക്ഷിക്കൂ, നാം നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസികളുമായി കൂട്ടുകൂടാതെ നാം ക്രിസ്തുവിൻ്റെ മക്കളോട് ചേർന്ന് നിൽക്കുക, വിശുദ്ധന്മാരോട് വിശ്വസ്തന്മാരുമായി നിൽക്കുന്നവരോട് ചേർന്ന് നിൽക്കുക, വിശുദ്ധന്മാരും വിശ്വസ്തന്മാരുമായി നിൽക്കുന്നവരോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ശക്തി കിട്ടും, നമ്മുടെ ആത്മാവിന് കരുത്ത് കിട്ടും. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് തിരക്തത്തിൻ്റെ ശക്തി നമ്മെ വലയം ചെയ്യുന്ന അറിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരക്തം നമ്മെ കഴുകുന്നത് നാം അനുഭവിക്കും. അത് ഈ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ വയ്യ, അത് അനുഭവിക്കണം. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി, പാപം മാറ്റുന്ന തിരക്തത്തിൻ്റെ ശക്തി, അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ ദുശ്ശീലങ്ങളുടെയോ ഏതെങ്കിലും വേലിയേറ്റങ്ങൾ വരാൻ തുടങ്ങുമ്പോഴേക്കും ഏതോ ഒരു ശക്തി വന്ന് നിങ്ങളെ പൊതിയെന്ന് നിങ്ങൾ അനുഭവിക്കും. ആ ശക്തിയാണ് ക്രൂശിലെ ശക്തി, ആ ശക്തിയാണ് തിരക്തത്തിൻ്റെ ശക്തി. നിങ്ങൾക്ക് വേണമോ തിരക്തത്തിൻ്റെ ശക്തി? വേണമോ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കൃപ? വേണമോ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ശക്തി? വേണമോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നൽവരം? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാപിക്കാം. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവോട് പറയണം, കർത്താവേ, പാപത്തിൻ്റെ യാതൊരു ലാഞ്ചിനും എന്നെ തൊടാതെ വണ്ണം എന്നൊരു തിരക്തവനെ ആവരണം ചെയ്യണമേ, തിരക്തവനെ കവർ ചെയ്യണമേ, തിരക്തവനെ ആച്ഛാദനം ചെയ്യണമേ, തിരക്തവനെ മൂടണമേ, തിരക്തവനെ പൊതിയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. തിരക്തം നിങ്ങൾക്ക് ആശ്വാസം തരും, തിരക്തം നിങ്ങൾക്ക് കൃപ തരും, തിരക്തം നിങ്ങൾക്ക് തെറ്റിൽ നിന്ന് മാറുവാനുള്ള കൃപ തരും, പൈശാചിന് കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തരും. ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ തിരക്തത്താൽ നിന്റെ മക്കളെ അവിടുന്ന് വേർതിരിച്ച് നിർത്തണമേ കർത്താവേ. തിരക്തത്താൽ മുദ്രയിട്ട് നിർത്തണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ, കൂടെ ഇരിക്കണമേ.
അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നില നിൽപ്പാൻ ഈ ദിന മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.